അല്ലേ? മീഡിയകളിലൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വായിച്ചത് അല്ലേ, പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചത് ഒരു മാതാവിൻ്റെ മരണം അല്ലെ, കുട്ടിയുടെ അശ്രദ്ധയിലാക്കി എന്നതിൻ്റെ കാരണത്താൽ ഒറ്റപ്പെടുത്തുമ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പലതും അങ്ങനെയാണ്. നമ്മൾ ഒന്നും അറിയാതെ ചില ആളുകളെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും അല്ലെ അപഹേളിക്കുകയും പരിഹസിക്കുകയും അങ്ങനെയൊക്കെ പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. നമ്മൾ കുടുംബത്തിൽ നിന്ന് പോലും പല രീതിയിലുള്ള നമ്മൾ വീടില്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനമില്ലാത്തതിൻ്റെ പേരിൽ, ഒരു ക്വാർട്ടേഴ്സിലായതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ, അല്ലെങ്കിൽ അസുഖം വന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മക്കളില്ലാതിൻ്റെ പേരിൽ പോലും മാതാപിതാക്കളെ ഭാര്യ ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. പല രീതിയിൽ നമ്മൾ ഒരാളോട് ഒരു വാക്ക് പറയും, ഒരു പ്രവൃത്തി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എത്രമാത്രം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുവെന്നും അത് എത്രമാത്രം അവൻ ആയത്തിൽ മുറിവേൽപ്പിക്കുന്നുവെന്നും നമ്മൾ ശ്രദ്ധിക്കുക. ഒരു മരണത്തിന് വരെ കാരണമാകുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഒന്നും നമ്മളെ ഭാഗത്തു നിന്ന് വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. നല്ല വാക്ക് പറയുക, നല്ലത് പറയുക, മറ്റുള്ളവർക്ക് നന്മ നമ്മൾ ആഗ്രഹിക്കുക. നമ്മളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം നല്ലത് വരുത്തട്ടെ മറ്റുള്ളവർക്ക് എന്ന് നമ്മൾ ആശംസിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലത് പറയുക.